കർണാടകയിലെ യുനെസ്കോ പൈതൃകങ്ങളിലൊന്നായ നേത്രാവതി പീക്കിലേക്കാണ് ഞങ്ങളുടെ യാത്ര. തൃശ്ശൂരിൽ നിന്നും മംഗലാപുരം വരെ ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. മംഗലാപുരത്ത് നിന്നും നമുക്ക് ഡയറക്റ്റ് സാംസ വില്ലേജിലേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. 3.5 മണിക്കൂറാണ് നമുക്ക് അതിൻ്റെ ദൈർഘ്യം. ഇതിൽ 40 കിലോമീറ്റർ നമുക്ക് വനത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. അത് നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 8:30 കൂടി തന്നെ സാംസ വില്ലേജിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ റൂം എടുത്തതും അവിടെ തന്നെയായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ റൂമൊക്കെ. നമുക്ക് ഒരു ആൾക്ക് 500 രൂപയാണ് അവർ ചാർജ് പറഞ്ഞത്. ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് 1000 രൂപ. ഇവിടെ രാവിലത്തെ ക്ലൈമറ്റ് നല്ല ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റു. ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ടീമായിട്ടാണ് ഞങ്ങൾ ട്രക്കിങ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അതിനിടയിൽ ഇവരൊന്ന് പരിചയപ്പെട്ടു. നമുക്ക് ചെറിയൊരു ഗ്രാമമാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ് കേട്ടോ. ഇവർക്ക് മെയിനായിട്ട് കൃഷിയാണ് ഇവരുടെ സംഭവങ്ങൾ. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. സുനി എന്നാണ് അയാളുടെ പേര് കേട്ടോ. ആൾ നല്ലൊരു പേഴ്സണാണ്, അടിപൊളി വ്യക്തിയാണ്. ഇപ്പോൾ കാണിച്ചില്ല ഞാൻ ആളെ. ആ ട്രൗസർ ഇട്ട് വരുന്നില്ലേ ബാക്കിൽ, അതാണ് സുനി ചേട്ടൻ. അപ്പോൾ നമുക്ക് റൂംസും വണ്ടിയൊക്കെ ഇറങ്ങിയത് ആൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ബാക്കി ഒരു 5 പേരുണ്ട്. അവർ തമിഴ്നാട്ടിലെ പളനി അവിടെയാണ് ഇവരുടെ. ഇത് കാർത്തി, പിന്നെ ശരവൺ, അങ്ങനത്തെ ഒരു ടീംസാണ് അവർ. അപ്പോൾ ഇവർ കുതിരമുഖ ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ പോണ വണ്ടികൾ ഇതിലേക്ക് അവിടേക്ക് സർവീസ് ചെയ്യുമ്പോൾ 2500-2000 രൂപയാണ് അവർ പറയാം. അപ്പോൾ നമ്മൾ 2 പേര് പോകുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് വരും നമുക്ക്. അപ്പോൾ ഈ ഒരു ടീമായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിസ്സാര എമൗണ്ട് വരുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ഗൈഡിനെയാണ് പിന്നെ ആവശ്യം വരാം. ആ ഗൈഡിനെയും സുനിച്ചേട്ടൻ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നടന്നു. അപ്പോൾ ആൾക്കൊരു 1000 രൂപ ചാർജാണുള്ളത്. ഞങ്ങൾ സാംസ വില്ലേജിൽ നിന്ന് ഒരു 25 മിനിറ്റൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേത്രാവതിയുടെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ പോകാനൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഇത്തിരി ഓഫ് റോഡിങ് ആണിത്. ഇത് പോകുന്നത് നമ്മുടെ ഗൈഡാണ് കേട്ടോ. ആളുടെ വീട് തൊട്ടപ്പുറത്ത് കാണുന്നത് വീടിന് അവിടെ നിന്നാണ് ആൾ ചടി കയറിയത്. എന്നിട്ട് ആളുകളുടെ ഫാമിലിയൊക്കെ ടാറ്റ കൊടുത്തിട്ട് ഒരു ബായ് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളിപ്പം ജോയിൻ ചെയ്തത്. ആൾ നല്ലൊരു പേഴ്സൺ ആയിരുന്നു കേട്ടോ. നല്ല പെരുമാറ്റമൊക്കെ നല്ല ഡീസൻറ്റ് അടിപൊളി മനുഷ്യനാണ്. ഇവിടം വരെ നമുക്ക് ജീപ്പ് എത്തിച്ചേരുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് നടന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ട്രക്കിങ്ങിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കർണാടക സർക്കാരിൻ്റെ കുതിരമുഖ നാഷണൽ പാർക്ക് .co.in എന്ന സൈറ്റിൽ കയറിയിട്ട് പെർമിഷൻ നമ്മൾ എടുക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ട്രക്കിങ് അലൗഡ് ആവുള്ളൂ. ഇതിന് മുന്നേ ഓഫ്ലൈനായിരുന്നു പേയ്മെൻറ്റ് നടന്നത്. ഓൺലൈൻ ബുക്ക് ചെയ്യണു, നമുക്ക് ഓഫ്ലൈൻ പേയ്മെൻറ്റ് ചെയ്യണു. ഇപ്പോൾ അങ്ങനെയല്ല വരുന്നത് കേട്ടോ. ഈ 1-ാം തീയതി മുതൽ, അതായത് നവംബർ 1 മുതൽ അതിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ. ആ പെർമിറ്റും അതുപോലെ നമ്മളുടെ ട്രക്കിങ്ങിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ. ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തത് 8 മണിക്കൂർ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അവർക്ക് അത് പലർക്കും പല ദൂരമായിരിക്കാം. പക്ഷേ ഒരു ചുരുങ്ങിയതൊരു 8 മണിക്കൂർ നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ എന്തായാലും ഒരു ഡിസ്റ്റൻസ്. ഞങ്ങൾ അതുപോലെ തിരഞ്ഞെടുത്ത സമയം കുറച്ച് വൈകിപ്പോയി. ഞങ്ങൾക്ക് 9 മണിക്ക്. ഞങ്ങൾ രാവിലെ എണീറ്റ് നടന്നു. പക്ഷേ ഞങ്ങളുടെ ടീം എത്താൻ കുറച്ച് ടൈം വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഡിലേ വന്നു. പിന്നെ നടക്കുന്തോറും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകളുണ്ട് കാണാം. നല്ല അടിപൊളി ഫ്രെയിമുകളായിരിക്കും. പിന്നെ ചൂടുണ്ടെങ്കിലും നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ബോട്ടിൽ കൈ പിടിച്ചാൽ മതി. 2 കുപ്പി വെള്ളം കൈ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി അരുവികളിൽ പോയിട്ട് വെള്ളം കുടിക്കാം, ഫ്രഷ് ആവാം, പതുക്കെ മുന്നോട്ട് പോകാം. അപ്പോൾ നല്ല ശുദ്ധജലമാണ്. അവിടെ ഒന്നും വൃത്തികേടാക്കിയുള്ള സംഭവങ്ങളില്ല. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് വലിച്ചെറിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഗൈഡുമാർ ചിലപ്പോൾ അത് പറയും. അവർ കറക്റ്റ് സംഭവം പറഞ്ഞുതരും എന്താണെന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ വെള്ളച്ചാട്ടം വരുമ്പോൾ ചെറിയ അരുവി വരുമ്പോൾ വെള്ളം കുടിക്കും, കുപ്പിലത്തെ വെള്ളം നിറയ്ക്കും. നല്ല തണുത്ത ചില്ല് വാട്ടറാണ്. അവിടെ തന്നെ റെസ്റ്റ് ചെയ്യും കുറച്ച് നേരം. പിന്നെ പതുക്കെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി. ഇതിന് നേത്രാവതി ട്രക്കിംഗ് എന്നുള്ള പേര് വരാൻ കൂടി ഒരു കാരണം കേട്ടോ. കാരണം നേത്രാവതി നദി ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ അടിവാരത്തു നിന്നാണ്. നമ്മൾ പോകുന്ന മലകളുടെ അടിവാരത്തു നിന്നാണ് ഈ നേത്രാവതി നദി വരുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിപ്പോൾ വേറൊരു ടീമാണ്, ഞങ്ങളൊപ്പമുള്ള ടീമല്ല അവർ. ഞങ്ങൾ ഈ ട്രക്കിങ്ങിനിടയിൽ ഏറ്റവും കൂടുതൽ ആകർഷണം എന്നുള്ളത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും അതുമാതിരി ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വെള്ളച്ചാട്ടങ്ങൾ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു നമുക്കിത്. പിന്നെ ഈ പ്രശ്നത്തെ എൻ്റെ ട്രിപ്പിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശരത്ത് കൂടി ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് ട്രക്കിംഗ് ആണ്. അപ്പോൾ ആളോട് ചോദിച്ചപ്പോഴും ആൾക്ക് നല്ലൊരു അനുഭവമാണ് ആൾ പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഈ ട്രക്കിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കാടിൻ്റെ അകത്തൂടെ പോയിട്ട് നമ്മൾ ഈ നേത്രാവതിക്ക് എത്തിച്ചേരല്ല ചെയ്യുന്നത്. കുറച്ച് കാടുകൾ, പിന്നെ കുറച്ച് കുന്നും ചെരുവിടോട് പോവും, പിന്നെ അടുത്ത കാട് വരും, പിന്നെ വീണ്ടും നോർമൽ സ്ഥലത്ത് വരും. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ബോറടി ഉണ്ടായിരിക്കില്ല. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കുന്നുകളുടെ ഉയരം എന്ന് പറയുന്നത് 1520 മീറ്ററാണ്.
ഈ നേത്രാവതി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഏറ്റവും പഴക്കം ചെന്ന ട്രക്കിംഗ് എന്ന് പറയുന്നത് കുതിരമുഖിയാണ്. കുതിരമുഖ ട്രക്കിങ്ങാണ് ഏറ്റവും പഴക്കം ചെന്ന ട്രക്കിംഗ് വരുന്നത്. 300 പേരെ മാത്രമാണ് ഒരു ദിവസം ഈ ട്രക്കിങ്ങിന് അനുവദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ സ്ലോട്ട് കാണിക്കും 300 എണ്ണത്തിൻ്റെ. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളാണെങ്കിൽ ഈ 300 പേരും ഉണ്ടാവുമെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഭയങ്കര ക്രൗഡായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാത്ത ദിവസങ്ങളിൽ അധികം തിരക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മൺഡേ ഈ ട്രക്കിംഗ് പ്ലാൻ ചെയ്ത് വെച്ചത്. സൺഡേയിലെത്തി മൺഡേയിൽ പ്ലാൻ ചെയ്യാൻ കാരണം ഒറ്റ ക്രൗഡൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ക്രൗഡ് ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഒരു ഫീൽ നഷ്ടപ്പെട്ടു പോകും. ഭാഗ്യത്തിന് ഞങ്ങൾ പോയപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് സ്വസ്ഥം സമാധാനം അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ട്രക്ക് ചെയ്യുന്ന ടൈമിൽ പരമാവധി സ്ലിപ്പറുകൾ ഒഴിവാക്കാൻ നോക്കാം കേട്ടോ. ട്രക്കിംഗ് ഷൂ കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. കാരണം വെച്ചാൽ ഇതിപ്പോൾ മഴക്കാലത്ത് കൊണ്ട് വലിയ കുഴപ്പമില്ല ഇവർക്ക്. അല്ലെങ്കിൽ വഴുക്കലും പിന്നെ ചിരലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പായി പോകുന്ന ചാൻസ് കൂടുതല നമുക്ക് നോർമൽ ചെരുപ്പാകുമ്പോൾ. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ആ സ്റ്റിക്ക് തരുമ്പോൾ അത് വാങ്ങിച്ച് കൈ പിടിക്കുകയും ചെയ്യാം ട്രക്ക് ചെയ്യുന്ന ടൈമിൽ. അത് ഭയങ്കരമായിട്ട് ഉപകരിക്കും നമുക്ക്. നമ്മുടെ ഒരു ബോഡി വെയ്റ്റിൻ്റെ പകുതി ഭാഗം ആ സ്റ്റിക്ക് തന്നെ കൺട്രോൾ ചെയ്തോളും അത്. കാരണം വെച്ചാൽ കാണുമ്പോൾ ഒരു ചെറിയ പടിയാണ്, പക്ഷേ അത് തരുന്ന സപ്പോർട്ട് നമുക്കൊരു വലിയ സപ്പോർട്ട് തരാം. അപ്പോൾ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 2 മണിക്കൂറോളം നടന്നപ്പോഴാണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഈ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായിട്ടൊരു ഭാഗം കൂടിയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം. ഇവിടെ എല്ലാ സഞ്ചാരികളും വന്നൊന്ന് റീഫ്രഷ് ആവുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. കുടിവെള്ളം നിറയ്ക്കുന്നതും ഒന്ന് ഫ്രഷായി നമുക്കൊന്ന് വിശ്രമിക്കുന്ന സ്ഥലം കൂടിയിട്ടാണത്. നല്ല കൂളിങ്ങാണ് ആ ഒരു ഏരിയ. ഞങ്ങളപ്പോൾ ഒന്ന് ഫ്രഷായി. പിന്നെ അവിടുത്തെ വെള്ളത്തിന് ഞങ്ങളെല്ലാ നീരൊഴുകുന്ന വെള്ളം എടുത്ത് കഴിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. ടേസ്റ്റിൽക്കുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്രത്യേകം ഉണ്ട് ഇത്ര. ഇതൊരുപാട് വേരുകളിൽ കൂടെയൊക്കെ ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട്, വേരെന്ന് വെച്ചാൽ വെറുതെ ഒരു വേരല്ല, അത് ഔഷധ സസ്യങ്ങളാണെന്ന് പറയണേ അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ടേസ്റ്റും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. നല്ല തണുപ്പാണ് വെള്ളത്തിന്, നല്ല ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായില്ല. അപ്പോൾ ഞങ്ങളതിന് ശേഷം പതുക്കെ ട്രക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമുക്കിനിയും ഒരുപാട് ദൂരം മുന്നേറാനുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിവർ ക്രോസ് കൂടി വരും നമുക്ക്. ആ റിവർ ക്രോസാണ് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഒരു കുടിനീര് കിട്ടുന്ന ഒരു സ്ഥലം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല. അവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ച് വിശ്രമിച്ചതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇതാണ് ആ സ്പോട്ട് വരാൻ പോകുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ആ സ്പോട്ട്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. ഇത് കഴിഞ്ഞോട് കൂടി തന്നെ ഇതിൻ്റെ കാടിൻ്റെ ആംബിയൻസ് കഴിഞ്ഞു. പിന്നെ കംപ്ലീറ്റ് മുട്ടക്കുന്നുകളാണ്. പിന്നെ പതുക്കെ വന്നു തുടങ്ങുക. മുട്ടക്കുന്നുകൾ, മലഞ്ചെരുവുകൾ, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നത്തെ ഈ ട്രക്കിങ്ങിൻ്റെ വേറൊരു ഭംഗിയാണ് പിന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നേത്രാവതിയിലേക്ക് ഒരു സൈഡ് ഭാഗം കണ്ട് ഇങ്ങനെ വരാം. അപ്പോൾ ഇടയ്ക്ക് മഞ്ഞ് വരും, കുറച്ച് മഞ്ഞ് പോവും. ഇത് സമയം നല്ല നട്ടുച്ചയാണ്. ഞങ്ങൾക്ക് ഒരു 12 മണി ആ ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലും വലിയ ക്ഷീണം എന്ന് പറയാനൊന്നും ആയിട്ടില്ല, കുഴപ്പമില്ല. ഞങ്ങളിവിടെ കുറച്ച് നേരം ഞങ്ങൾ വിശ്രമിച്ചു. ഒരു 15 മിനിറ്റോളം ഞങ്ങളവിടെ തങ്ങി ലൈറ്റായിട്ട് ചെറിയ ബിസ്ക്കറ്റ് കഴിച്ചു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളധികം സ്പീഡിലൊന്നും ആക്ടിവിറ്റി ചെയ്യാണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ആ കുട്ടി പോകണുണ്ടോ ഓടിയിട്ടൊക്കെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഉരുളം കല്ലുകളാണ്. ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് കാലിന് മേലെ മുറിവ് സംഭവിക്കാം. ഈ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ സംഭവം നിസ്സാരം മുറിവായിരിക്കും, പക്ഷേ നമ്മൾ ഇത്രയും നടന്ന് മുകളിലേക്ക് പോയതുകൊണ്ട് നമുക്ക് തിരിച്ച് അത്രയും ദൂരം നടന്നു വരണ്ടേ. അപ്പോൾ ആ ടീമിന് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക്. ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് ഇതിൻ്റെ പീക്കിലേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് നമ്മൾ പകുതി കൂടുതൽ ദൂരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നടക്കും ദൂരം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ നേത്രാവതി ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് മറ്റത് ചെറിയ പോർഷൻസ് കണ്ട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഓരോ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല ഫ്രെയിമുകളും നല്ലൊരു ക്ലൈമറ്റും അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള നടത്താണ് ഇതിൻ്റെ ട്രിപ്പിൻ്റെ ഒരു വേറൊരു അനുഭൂതിയാണിത്. ഞങ്ങൾ പതുക്കെ നടന്നു തുടങ്ങി. പിന്നെ ഇത് വീക്കെൻഡ് അല്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു സമാധാനമാണ്. വലിയ തിക്കും തിരക്കില്ല ഇതിൻ്റെ ഉള്ളിൽ, ബഹളങ്ങളില്ല. അതുകൊണ്ടൊരു ശാന്തിയും സമാധാനം ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ പഴനി ടീംസ് പതുക്കെ വന്നുകൊണ്ടിരിക്കേണ്ടവർ. കാരണം അവർ ഇന്നലെ കുതിരമുഖ അടിച്ച കാരണം കൊണ്ട് അവർക്ക് കുറച്ച് ടയർഡായിരുന്നു. അവർ 2 ട്രക്കിങ് ഒരുമിച്ച് ചെയ്ത ആൾക്കാരാണ്. അവരുടെ സ്റ്റാമിന ഒരു ഹെവി സ്റ്റാമിനയാണ് അവർക്ക്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്കൊന്നും അത്രയ്ക്കും 2 ദിവസം അടുപ്പിച്ച് ട്രക്ക് ചെയ്ത് കയറുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. ഇത് നേത്രാവതി ഒരു വേറൊരു അന്തരീക്ഷമാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മളൊരു സാധാരണ നാടും വിട്ടിട്ട് വേറെ ഏതൊരു ലോകത്ത് ചെന്ന പോലത്തെ ഫീലാണത്. കാരണം 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ് മലകൾ നിൽക്കുക. പിന്നെ നമ്മൾ വന്ന വഴിയൊന്നും പിന്നെ കാണാനില്ല. വന്ന വഴി കാണാണ്ട്, പക്ഷേ ആ കാടൊന്നുമില്ല. പിന്നെ കംപ്ലീറ്റ് മുട്ടക്കുന്നുകൾ, ഇതുപോലത്തെ പച്ചപ്പ് നിറഞ്ഞ മുട്ടക്കുന്നുകളാണ് നമ്മുടെ സൈഡിലും
ബാക്കിലും ഫ്രണ്ടിലും അതേപോലത്തെ ഒരു ഫീലാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് പീക്ക് പോയിൻറ്റ്, നേത്രാവതി പീക്കിൻ്റെ ഒരു പോയിൻറ്റ് വരുന്നത്. നമുക്ക് അവിടേക്കാണ് എത്തിച്ചേരേണ്ടത്. അവിടെ നിന്നൊരു വ്യൂ, നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ ഈ ചേട്ടൻ പോകണ്ട, ഇവരും പാലങ്ങനെ കയറുമ്പോൾ സംഭവം ഇത് സ്ലോപ്പാണെങ്കിൽ തന്നെ അവർ ചെരിഞ്ഞിട്ടാണ് കയറിപ്പോവുള്ളൂ. ഒറ്റ ട്രെയിനിൽ കയറില്ല. ആ സ്ട്രെച്ചിൽ കയറി കഴിഞ്ഞാൽ കിതപ്പ് കൂടുന്നതാണ് പറയുന്നത് അവർ. അപ്പോൾ പതുക്കെ വളഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കത് അത്ര സ്ട്രെയിൻ വരില്ല എന്നാണ് ആ ഗൈഡ് പറയുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങനെ ഏകദേശം മുകളിലെത്തി. നേത്രാവതിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഇവിടെ ക്ലൗഡ് ബെഡ് വരാനുണ്ട് സമയമുണ്ട്, പക്ഷേ നമുക്ക് ഈ ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നവർ. പിന്നെ ചിലർക്ക് ഭാഗ്യനില അത് കിട്ടും, പക്ഷേ നമുക്കത് ആ 2 കേസ് ഉണ്ട് കേട്ടോ. ക്ലൗഡ് ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടില്ല, കാരണം ആ വ്യൂ കംപ്ലീറ്റ് അടഞ്ഞു പോകും. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ക്ലൗഡിൻ്റെ സൈഡും ഒരു 1 സൈഡും മാത്രമേ വ്യൂ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കിത് പക്ഷേ അത് നോർമൽ ആംബിയൻസ് നല്ല ആംബിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ തിരിച്ചിറങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ. നമുക്കിത് കയറി വരുന്നതിനെക്കാട്ടും കൂടുതൽ സ്ട്രെയിൻ വരാൻ നമുക്ക് ഇറങ്ങുമ്പോഴാണ്. ഇത് ഫുള്ള് ചെറിയ കുഞ്ഞു ഉരുളങ്ങളുള്ളതുകൊണ്ട് സ്ലിപ്പാകാനുള്ള ചാൻസ് സാധ്യതയുണ്ട്. അപ്പോൾ അത് കുത്തനുള്ള ഇറക്കാണത് ആ ലാസ്റ്റ് കാറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നേത്രാവതി പീക്കിലെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ് അത്. നമുക്ക് ആ മുകളിലെത്തി പതുക്കെ ഇറങ്ങി നമുക്ക് അവിടെ നിൽക്കുമ്പോൾ വേറൊരു എന്തൊരു ലോകത്ത് നമുക്കൊരു എന്താ പറയുക, നമ്മൾ റീൽസിലും അതുമാതിരി തന്നെ വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ റിയാലിറ്റി കാണുമ്പോഴത്തെ ഒരു സന്തോഷം. പക്ഷെ നമ്മളിത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ എൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിയാലിറ്റി. വേറൊരു വ്യൂ ആണ്. ഇതൊക്കെ നമുക്കൊരു ഇതിൻ്റെ പകുതി പോലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ 2 കണ്ണുകൊണ്ടും കാണുന്നൊരു കാഴ്ചയാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഈ വീഡിയോയിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഭംഗി ഒരു കാൽഭാഗം മാത്രമേ ഭംഗിയുള്ളൂ ശരിക്കും. ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി 3:30 കഴിഞ്ഞാൽ, അതുമാതിരി ഉച്ച കഴിഞ്ഞ് 3:30 കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബസ്സിൽ കേട്ടോ. ഞങ്ങൾ ചുരം ഇറങ്ങുന്നതിന് മുമ്പുള്ളൊരു പൂജയാണ് എടുക്കേണ്ടത്. പൂജ എന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിക്കുകയാണ്, അവരുടെ വിശ്വാസമാണത്. ഞങ്ങൾക്കും തന്നു അവരുടെ പ്രസാദമൊക്കെ കുറിച്ച്. അതുപോലെ തന്നെ രാവിലെ 6:15 സാംസെ വില്ലേജിൽ ഈ ബസ് എത്തിച്ചേരാം. ഇത് മംഗലാപുരത്ത് എത്താനായിട്ട് 4 മണിക്കൂർ എടുക്കും, 4-4.5 മണിക്കൂർ എടുക്കും മംഗലാപുരത്ത് എത്താനായിട്ട്. അപ്പോൾ ആ ടൈം കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ബസ് അയച്ചാൽ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്യുക.